ഈ വർഷത്തെ കൃഷിപ്പണികളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. ചൂടുള്ള സമയമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൃഷിയൊക്കെ തുടങ്ങുന്നു. ഇപ്പോൾ ഗാർഡനിലൊക്കെ നിറയെ പുല്ലായിരുന്നു, അതെല്ലാം കിളച്ച് മാറ്റി ഇനി നമ്മൾ നട്ടു തുടങ്ങുകയാണ്. പകുതി ഭാഗം ക്ലിയർ ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റൊരു സൈഡ് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിരുന്നു. പയർ ഉൾപ്പെടെയുള്ള കുറേ വെജിറ്റബിൾസ് ഒക്കെ ഇപ്പോൾ നട്ടു. ഇനി ബാക്കി നടുന്നതിന് വേണ്ടിയുള്ള പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ ഗാർഡനിലുള്ള ചെടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ വർഷവും നമ്മൾ ധാരാളം പച്ചക്കറികൾ നട്ടിരുന്നു. നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ ലഭിച്ചു. കാലാവസ്ഥ അത്ര നല്ലതായിരുന്നില്ല കഴിഞ്ഞ വർഷത്തെ. എന്നാൽ ഈ വർഷം നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ ഇതുവരെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെറൈറ്റി പച്ചക്കറികളൊക്കെ നടാൻ തന്നെയാണ് ഈ വർഷം തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ പണിയാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ വാങ്ങിയത് ഈ 2 ചെടികളായിരുന്നു. അതിപ്പോൾ നമ്മുടെ പോട്ടിലോട്ട് മാറ്റിയതാണ്. അതൊരു ചെറിയ പോട്ടിലാണ് നമ്മൾ ഈ 2 എണ്ണം വാങ്ങിയത്. അതിൽ നിന്നാണ് ഇതുപോലെ വള്ളി പോലെ വന്ന് വീണ്ടും വീണ്ടും ഇതുപോലെ ഉണ്ടായത്. ഇപ്പോൾ അവിടെ ഉണ്ടായത് കാണാം. അത് നമ്മൾ പറിച്ച് നടാത്തതാണ്. അതുപോലെ വരുമ്പോൾ അത് പറിച്ച് പോട്ടിലോട്ട് നടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇതുപോലെ പോട്ട് നട്ടിരിക്കുകയാണ്. ഇപ്പോൾ 25 പോട്ടുകളാണ് നമ്മൾ ഇതുപോലെ നട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ധാരാളം സ്ട്രോബെറി പഴങ്ങൾ ഉണ്ടാകുന്ന ചെടികളാണിത്. നമ്മൾ 2 തൈകൾ B&Q എന്ന് വാങ്ങിയതായിരുന്നു. ഇതിൽ നിന്ന് തനിയെ മുളകളുണ്ടാകും. അങ്ങനെ ധാരാളം തൈകൾ ഇത് തനിയെ ഉണ്ടാകും. നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. അതിൽ നിന്ന് വീണ്ടും വീണ്ടും തൈകളുണ്ടായി. നമ്മളത് പറിച്ച് വേറെ പോട്ടുകളിലാക്കി. ആ പോട്ടുകളാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതെല്ലാം. ഇപ്പോൾ ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് ഇത്രയധികം ഉണ്ടായി. ഇപ്പോൾ ധാരാളം സ്ട്രോബെറി ഉണ്ടാകുന്ന ഒരു ക്ലൈമറ്റാണിത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മളിപ്പോൾ ഓരോ പോട്ടിലും ഇപ്പോൾ നമുക്ക് ആവശ്യത്തിലധികം സ്ട്രോബെറീസാണ് ഓരോ പോട്ടിൽ നിന്ന് ഉണ്ടാകുന്നത്. ഇതുപോലത്തെ 25 പോട്ടുകളാണ് നമ്മളിപ്പോൾ നട്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും പോട്ടുകളിൽ നിന്ന് നമുക്ക് ആവശ്യത്തിലധികം സ്ട്രോബെറി എല്ലാ ദിവസവും ഉണ്ടാകും. നമ്മളിത് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എളുപ്പത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതും പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നതുമാണ്. അതുപോലെ വിൻ്റർ സമയത്തൊന്നും നമ്മളിത് എടുത്ത് മാറ്റി വയ്ക്കേണ്ട. നല്ല മധുരമുള്ള സ്ട്രോബെറിയാണ്. പലതരത്തിലുള്ള സ്ട്രോബെറി ഉണ്ട്. അപ്പോൾ നല്ല മധുരമുള്ള ഇത് ഇംഗ്ലീഷ് സ്ട്രോബെറിയാണ്. അപ്പോൾ ഇതുപോലുള്ള സ്ട്രോബെറിയുടെ തൈകൾ നിങ്ങൾ വാങ്ങി നടുകയാണെങ്കിൽ അതിൽ നിന്ന് തനിയെ വീണ്ടും വീണ്ടും തൈകൾ ധാരാളം ഉണ്ടായിക്കോളും. സ്ട്രോബെറി തന്നെ പല ഇനമുണ്ട്. ചെറിയ സ്ട്രോബെറി, പിന്നെ വലിയ സ്ട്രോബെറി. ഏറ്റവും അധികം വലിപ്പമുള്ള ടൈപ്പ് സ്ട്രോബെറിയാണ് നമുക്ക് കാണാവുന്ന പോലെ തന്നെ. നല്ല വലിപ്പമുള്ള കായ്കളാണ് ധാരാളം ഉണ്ടാവുക. ആദ്യം ചെറിയ കായ്കളാണെങ്കിലും അത് 1-2 ആഴ്ച കൊണ്ട് അത് വലിയ കായ്കളായിട്ട് ഇതുപോലെ വരും. ഇപ്പം എല്ലാ ദിവസവും നമുക്ക് കായ്കൾ ഇതുപോലെ ധാരാളം കിട്ടും. നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നാ. നല്ല സ്വീറ്റ് ആയിട്ടുള്ള സ്ട്രോബെറിയാണ്. ചില സ്ട്രോബെറികൾ ചെറുതാണെങ്കിൽ ചെറിയ ചില ഇനത്തിന് പുളിയുള്ള ടൈപ്പായിരിക്കും. പക്ഷേ ഇതുപോലുള്ള സ്ട്രോബെറി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുവാണ്. പ്രോപ്പറായിട്ട് കടയിൽ നിന്ന് തൈകൾ വാങ്ങി നടുവാണ് ഏറ്റവും നല്ലത്. നല്ല മധുരമുള്ള നല്ല വലിപ്പമുള്ള ഇതുപോലുള്ള സ്ട്രോബെറി, അതുപോലുള്ള സ്ട്രോബെറി ഇനങ്ങൾ സെലക്ട് ചെയ്ത് വാങ്ങുകയാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ഗാർഡനിൽ നിന്ന് തന്നെ യാതൊരു മരുന്നൊന്നും അടിക്കാതെ നമുക്കിതുപോലെ തന്നെ കിട്ടും. പിന്നെ സ്ട്രോബെറി നടുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഒച്ചുകൾ ധാരാളം ഉണ്ട് ഗാർഡനുകളിലെല്ലാം. അപ്പോൾ അത് വന്ന് സ്ട്രോബെറി തിന്നായിരിക്കുന്നതിന് വേണ്ടി മുട്ടയുടെ തോട് കളക്ട് ചെയ്ത് വെച്ചിട്ട് അത് പൊടിച്ച് നമ്മൾ അതിന് ചുറ്റും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒച്ചുകളൊന്നും ആ സ്ഥലത്തുണ്ടാവില്ല. അപ്പോൾ നമുക്കിവിടെ കാണാം, ഇപ്പോൾ സ്ട്രോബെറിയുടെ ചുറ്റും മുട്ടത്തോട് പൊടിച്ചിട്ടിരിക്കുന്നത് കാണാം. അതുപോലെ ഇതുവാണെങ്കിൽ ഒരു രീതിയിലും പിന്നെ ഈ ഒച്ചുകളുടെ ഒന്നും ആക്രമണം ഉണ്ടാവില്ല. എല്ലാം നന്നായിട്ട് വളരുകയും ചെയ്യും. സ്ട്രോബെറി കായകൾ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒച്ചുകളുടെ ശല്യമൊന്നും ഗാർഡനിലുണ്ടാവില്ല. എല്ലാ കൃഷിക്കും അതുപോലെ തന്നെ നല്ലതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മുട്ടയുടെ തോടൊന്നും കളയാതെ കളക്ട് ചെയ്ത് വയ്ക്കുക. നമ്മളതുപോലെ ധാരാളം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ പൊടിച്ചിടുകയാണെങ്കിൽ ഒരു രീതിയിലും ഒച്ചുകളുടെ ആക്രമണം ഉണ്ടാവില്ല. പിന്നെ ഇടയ്ക്ക് ഒച്ചുകളെയൊക്കെ ഡയറക്റ്റായിട്ട് മഴയൊക്കെ പെയ്ത സമയത്തായിരിക്കും ഒച്ചുകളൊക്കെ പുറത്തിറങ്ങുക. ആ സമയത്ത് അതിനെ കളക്ട് ചെയ്ത് കൈകൊണ്ട് തന്നെ കളക്ട് ചെയ്ത് എവിടെയെങ്കിലും കൂട്ടിയിട്ടിട്ട് ഒരു കെറ്റിലിൽ വെള്ളം തിളപ്പിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ അതെല്ലാം ചത്തുവയ്ക്കണം. നമ്മൾ ഈ വീട് വാങ്ങുന്ന സമയത്ത് 6-7 വർഷം മുൻപ് അന്നൊന്നും അവർ ഉപയോഗിക്കാതെ കിടന്ന ഗാർഡനായിരുന്നു. അത് ഇതുപോലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നന്നായിട്ട് എടുത്തതാണ്. പിന്നെ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. കൃഷിയൊന്നും ചെയ്യാതെ കിടന്ന മണ്ണായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് നട്ട് കഴിഞ്ഞാലും നന്നായിട്ടുണ്ടാകും. പ്രത്യേകിച്ച് വളമൊന്നും വേണ്ട. നമ്മുടെ കിച്ചണിൽ നിന്നുള്ള പച്ചക്കറിയുടെ വേസ്റ്റുകളൊക്കെയാണ് നമ്മൾ കുഴിച്ചിടുക. അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ ഓർഗാനിക് വളമായിട്ടുള്ളത്. ധാരാളം മണ്ണിരകളാണ്. നമ്മളിപ്പോൾ മണ്ണിൽ കിളയ്ക്കുമ്പോഴും നമുക്ക് കാണാം, ഓരോ തവണ കിളയ്ക്കുമ്പോഴും ധാരാളം മണ്ണിരകളാണ് മണ്ണിലുള്ളത്. അപ്പോൾ അത് നല്ല വളക്കൂറുള്ള മണ്ണിൻ്റെ ലക്ഷണം ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് നട്ട് കഴിഞ്ഞാലും വളരെ നന്നായിട്ടുണ്ടാകും. നമ്മൾ ഓരോ വർഷവും വ്യത്യസ്ത ഇനം പച്ചക്കറികളാണ് കൃഷി ചെയ്യുക. നമ്മുടെ വീട്ടിലോട്ട് ആവശ്യമുള്ള ടൊമാറ്റോയും ബീട്രൂട്ടും ക്യാരറ്റും പയറും എല്ലാം നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ഗാർഡനിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. സ്ട്രോബെറി നടുന്ന സമയത്ത് ഗാർഡനിൽ ഡയറക്റ്റായിട്ട് നട്ടു വെച്ചാലും മതി. മണ്ണിൽ നമ്മൾ ഡയറക്റ്റായിട്ട് നട്ടു വയ്ക്കുമ്പോൾ പലപ്പോഴും മഴ പെയ്യുന്ന സമയത്ത് ഈ മണ്ണൊക്കെ ഫ്രൂട്ട്സിലോട്ട് തെറിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ പോട്ടുകളിലോട്ട് മാറ്റി വയ്ക്കുന്നത്. ഇപ്പോൾ ഇതിൽ നിന്നുള്ള തൈകൾ ധാരാളം ഉണ്ട്. ഇപ്പോൾ ഇതിനിടയിലൂടെ എല്ലാം ഇഷ്ടംപോലെ തൈകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫ്രൂട്ട്സും എല്ലാ ദിവസവും നമുക്ക് ഫ്രൂട്ട്സ് കിട്ടുന്ന ഒരു കൃഷി കൂടിയാണിത്. ഇപ്പോൾ ഈ ഗാർഡൻ്റെ സൈഡിൽ നട്ടാൽ മതി. ഒരു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള സ്ട്രോബെറീസ് എപ്പോഴും ആ പ്ലാന്റിലുണ്ടാവും. ഇനിയിപ്പോൾ 2-3 മാസക്കാലത്തേക്ക് ഇതുപോലെ സ്ട്രോബെറീസ് ധാരാളം ഉണ്ടാകും. മാത്രമല്ല നമ്മൾ വീട്ടിൽ നട്ട് വയ്ക്കുകയാണെങ്കിൽ അത് ഓർഗാനിക്കാണ്. യാതൊരു മരുന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഒരു വളവും വേണ്ട. ജസ്റ്റ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇത് നന്നായിട്ട് ഇതുപോലെ ഉണ്ടാകും. മഴയില്ലാത്ത ദിവസങ്ങളിലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ആക്റ്റീവായിട്ട് നല്ല സ്ട്രെങ്തോട് കൂടി ഇതുണ്ടാകും. കമ്പോസ്റ്റ് ഇട്ട് നടുകയാണെങ്കിലും വളരെ നന്നായിട്ട് ഇത്
തഴച്ച് വളരുകയും ചെയ്യും. ഇതുപോലുള്ള സ്ട്രോബെറി ഇതിൻ്റെ തൈകൾ സീസൺ ആകുമ്പോൾ എല്ലാ മാർക്കറ്റിലും തന്നെ ഇത് വാങ്ങാൻ കിട്ടും. ഇപ്പോഴും ഇത് കടകളിലൊക്കെ കിട്ടുന്ന സമയമാണ്. ഇതുപോലെ ഫ്രൂട്ട്സോട് കൂടി വേണമെങ്കിൽ നമുക്ക് പോട്ടുകളായിട്ട് വാങ്ങാം, അതല്ലെങ്കിൽ തൈകളായിട്ടും അവൈലബിൾ ആണ്. ആദ്യം നമ്മൾ ഇതിൻ്റെ കായ്കളിൽ നിന്ന് അരികൾ പാകിയിരുന്നു, പക്ഷേ അത് മുളച്ചില്ല. ഈ ചെടിയുടെ മുകളിൽ നിന്ന് ഒരു വള്ളി പോലെ വളരുകയും അതാണ് വീണ്ടും ചെടികളായിട്ടുണ്ടാകുന്നത്. ഇനിയിപ്പോൾ ഈ ഫ്രൂട്ട്സിൻ്റെ സീസൺ കഴിയുമ്പോഴേക്കും ഇതിൽ ധാരാളം ഇലകൾ ഉണ്ടാകും. ആ ഇലയോടൊപ്പം തന്നെ വള്ളികൾ പോലെ ഇതിൽ നിന്ന് നീണ്ട് അടുത്ത സ്ഥലത്ത് വീണ്ടും ചെറിയ തൈകൾ ഉണ്ടാകും. ആ തൈകൾ അവിടെ കുറച്ച് മണ്ണിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് തനിയെ വളരും. അതല്ലെങ്കിൽ നമ്മളത് പറിച്ച് അത് കട്ട് ചെയ്ത് ഇതുപോലെ പോട്ടുകളിൽ നടാം. നല്ല മഞ്ഞുവീഴ്ചയുള്ള സമയത്തും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇതുപോലെ വളരുകയും ചെയ്യും. യുകെയിലെ കാലാവസ്ഥയിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരുന്ന, ആർക്കും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് സ്ട്രോബെറീസ്. ഈ വർഷത്തെ നമ്മുടെ കൃഷിയിൽ ഇത് സ്പ്രിംഗ് ഒനിയനാണ്. ഇപ്പോൾ ഇത് വളർന്നിരിക്കുന്നു. ഇപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് കറികളിലൊക്കെ ഇടാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പ്രിംഗ് ഒനിയനാണ്. ഇത് വളരെ നന്നായിട്ടുണ്ടാകും. അപ്പോൾ ഇതുപോലെ എല്ലാ വർഷവും നമ്മൾ ഗാർഡനിൽ നടുന്ന ഒരു ഐറ്റമാണ് സ്പ്രിംഗ് ഒനിയൻ. ഇനി അപ്പുറത്ത് സവോളയും ചെറിയ ഉള്ളിയും നമ്മൾ നട്ടിട്ടുണ്ട്. നമ്മൾ സവോള ഈ വിൻ്ററിൽ നട്ടാണ്. ഇപ്പോൾ വിൻ്റർ സമയത്താണ് സവോളയും ഉള്ളിയൊക്കെ നിറയേണ്ടത്. ചെറിയ ഉള്ളിയും സവോളയൊക്കെ ധാരാളം ഇവിടെ ഉണ്ടാകും. നമുക്ക് അത്യാവശ്യത്തിന് വീട്ടിലോട്ടുള്ള സവോളയൊക്കെ ഇതുപോലെ കൃഷി ചെയ്യാം. ഇപ്പോൾ ഗാർഡൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ ഇതുപോലെ സ്പ്രിംഗ് ഒനിയനും നമ്മൾ കൃഷി ചെയ്തു. അത് വളരെ നന്നായിട്ടുണ്ടാകും. അപ്പോൾ അത് വിൻ്റർ സമയത്ത് തന്നെ നടണം. ഫെബ്രുവരി മാർച്ച് സമയങ്ങളിലൊക്കെ നട്ട് കഴിഞ്ഞാൽ ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണ്. തണുപ്പുള്ള കാലാവസ്ഥയാണ് അതിന് വേണ്ടത്. അപ്പോൾ ഈ തണുപ്പുള്ള സമയത്ത് ഇതുപോലെ നടുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ഗാർഡനിലുണ്ടാകും. വിൻ്ററിലും സമ്മറിലും എല്ലാം വർഷം മുഴുവൻ നിറയെ ഇലകളുള്ള ഒരു ചെടി കൂടിയാണ് റോസ്മേരി. അതുകൂടാതെ ഇതിനടുത്ത് തൈംസ് ഉണ്ട്. ഇത് തൈംസും അതുപോലെ തന്നെയാണ്. വളരെയധികം തൈംസ് എല്ലാ സമയത്തും നമ്മുടെ ഗാർഡനിലുണ്ടാകും. 2 മാസം മുമ്പ് നമ്മൾ വാങ്ങി നട്ട ചെറിയാണിത്. അത് ഗ്രാഫ്റ്റ് ചെയ്ത ചെറിയാണ്. അതുകൊണ്ട് നട്ട് പെട്ടെന്ന് തന്നെ ഇപ്പോൾ അത് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തായതുകൊണ്ട് അടുത്ത വർഷം മുതൽ തന്നെ നമുക്കതിൽ ധാരാളം കായ്കൾ കിട്ടും. ഇപ്പോൾ നമ്മുടെ ഗാർഡനിൽ പറിച്ചു കളഞ്ഞാലും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണിത് മിൻറ്റ് എപ്പോഴും ഉണ്ടാകും. നമ്മുടെ പുതിന, നാട്ടിലുള്ള പുതിന. അതിപ്പോൾ ഈ സൈഡിൽ ഞാനിപ്പോൾ ഗാർഡൻ തെളിക്കുന്ന സമയത്ത് കുറേ പറിച്ചു കളഞ്ഞു. കാട് പോലെ വളരുന്ന ഒരു ചെടിയാണിത്. പ്രത്യേകിച്ച് കെയറൊന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ അതിൽ നിന്ന് കുറേ പറിച്ചു കളയണം. നമുക്ക് ആവശ്യത്തിനുള്ള മിൻറ്റ് എപ്പോഴും നമ്മുടെ ഗാർഡനിൽ കിട്ടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ വേരുകളിൽ നിന്ന് വീണ്ടും തൈകളുണ്ടായി എപ്പോഴും ഗാർഡനിൽ നിറയെ ഇതുപോലെ ഉണ്ടാകുന്ന ഒരു ഐറ്റമാണിത്. പക്ഷേ നമുക്ക് അധികം വേണ്ടാത്തത് കൊണ്ട് തന്നെ കുറച്ച് നിർത്തിയതിന് ശേഷം ബാക്കിയെല്ലാം നമ്മൾ പറിച്ചു കളയും. അപ്പോൾ ഈ വർഷവും നിറയെ കായ്കൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ കായ്കളാണ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതുപോലെ ഇനിയിപ്പോൾ ഇത് വളർന്ന് വലുതാകും. 2 മാസത്തിനുള്ളിൽ തന്നെ വലിയ ആപ്പിളായി മാറും. ഗോൾഡൻ ഡെലീഷ്യസ് ഇനത്തിൽപ്പെട്ട മധുരമുള്ള ചെറിയ ഗ്രീൻ ആപ്പിളാണിത്. അപ്പോൾ ആ വലുതാകുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും കാണിക്കാം. കഴിഞ്ഞ വർഷത്തെ ബീട്രൂട്ടാണ്. അതിപ്പോഴും ധാരാളം തനിയുണ്ടായി. ഇനിയിപ്പോൾ ഇതെല്ലാം പറിച്ചു കളഞ്ഞിട്ട് നമ്മൾ വീണ്ടും വേറെ ബീട്രൂട്ട് നമ്മൾ നടും. ഇപ്പോൾ ഇതുപോലെയാണ്. ബീട്രൂട്ടിനും പ്രത്യേകിച്ച് കെയറൊന്നും ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മൾ ഒരു വർഷം പറിച്ചില്ലെങ്കിൽ അതിൻ്റെ വേരിൽ നിന്നും വീണ്ടും ധാരാളം തൈകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിനപ്പുറത്ത് ഇതുപോലെ തന്നെ പൊട്ടറ്റോസ് ധാരാളം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ചെറിയ പൊട്ടറ്റോസ് മണ്ണിനടിയിൽ ധാരാളം കിടക്കുന്നുണ്ടാവും. ഒരു തൈ പറിച്ചാൽ തന്നെ നമുക്ക് ആവശ്യത്തിന് പൊട്ടറ്റോസ് കിട്ടും. ഇപ്പോൾ ബേബി പൊട്ടറ്റോസിൻ്റെ സമയമാണ്. എങ്കിലും ഇപ്പോൾ ഗാർഡൻ നമ്മൾ ക്ലിയർ ചെയ്യുന്ന സമയത്ത് അതെല്ലാം പറിച്ചു കളയാണ്. ഇപ്പോൾ സ്ട്രോബെറി നടുന്ന സമയത്ത് നമ്മുടെ ഗാർഡനിലെ മണ്ണ് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ കമ്പോസ്റ്റ് കടകളിൽ വാങ്ങാൻ കിട്ടും. വലിയ പാക്കറ്റ് കമ്പോസ്റ്റ് കിട്ടും. ചെറിയ ക്യാഷ് മാത്രമേ ഉള്ളൂ. 3-4 പൗണ്ട് കൊടുക്കുകയാണെങ്കിൽ 10 കിലോ കമ്പോസ്റ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും. അത്രയും കമ്പോസ്റ്റ് വാങ്ങിക്കൊണ്ടുവന്ന് അത് ചട്ടിയിലിട്ടിട്ട് സ്ട്രോബെറിയോ മറ്റ് ചെടികളോ ഇടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ധാരാളം ഉണ്ടാകും. പ്രത്യേകിച്ച് വളമൊന്നും നമ്മൾ നൽകേണ്ടതില്ല. അത് തന്നെ ഓൾറെഡി വളമായതുകൊണ്ട് തന്നെ ആ കൃഷിക്ക് ശേഷം ആ കമ്പോസ്റ്റ് നമ്മുടെ ഗാർഡനിൽ തന്നെ ഇടാം. നല്ല വളക്കൂറുള്ള മണ്ണ് എപ്പോഴും ഗാർഡനിൽ ഉണ്ടാവുകയും ചെയ്യും. എപ്പോഴും നനച്ചു കൊടുക്കണം എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.